അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണേ എന്ന് എന്നിടുന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുകൂടെ ഉണർത്തുന്നു. വളരെ മനോഹരമായ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളുമുള്ളത്. വാനലോകം നമ്മെ കണ്ണുവച്ചിട്ടുണ്ടാകും. ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഭൂമിയിൽ ഒത്തുകൂടിയ മനുഷ്യരുടെ ഗ്രേഡ് അനുസരിച്ച് അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തുമ്പോൾ അതിലൊന്നാമതായി നമ്മളുണ്ടാകും എന്ന വിശ്വാസത്തോടെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആണ്. കാരണം അനുഗ്രഹീതരായ ഒരു കൂട്ടം മനുഷ്യരോടൊപ്പം ഇന്നേ ദിവസത്തിലെ 1 മണിക്കൂർ ചിലവഴിക്കാൻ എനിക്ക് സാധിക്കും എന്നതാണ് ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ മാനം എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ പ്രദേശത്തുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഏതാണ്ട് കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും പ്രതിനിധികൾ ഈ ഗ്രൂപ്പിലുണ്ട്. ശാരീരികമായി നമ്മൾ സ്കാറ്റേഡ് ആണെങ്കിലും മാനസികമായി ഇന്നു മുതൽ നമ്മൾ ഒന്നിക്കുകയാണ്. ഹജ്ജ് തീരും വരെ നമ്മൾ ഒരുമിച്ചുള്ള യാത്ര പടച്ചവൻ ഏറ്റവും നല്ല അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് തുടക്കത്തിലെ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്നു മുതൽ നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് നോളജ്, അഥവാ ഹജ്ജിനൊരാൾ ശരിക്ക് മുതൽ മുടക്കണം. പൈസയുടെ ആദ്യത്തെ മുതൽ മുടക്ക് നിങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അതിനേക്കാൾ വിലപിടിപ്പുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അറിവിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ്. പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അറിവിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തിരിച്ചു പോന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്ന യാത്രകളിലെ ഒരു വെറും യാത്രയായി അവസാനിക്കാതിരിക്കാനാണ് നമ്മൾ അറിവിലൂടെ കടന്നു പോകണം എന്ന് ശഠിക്കുന്നത്. ഏതൊരാരാധനയ്ക്കും 2 അറിവുകൾ അത്യാവശ്യമാണ്. ഒന്ന്, ഹൗ ടു ഡു എന്നത്, ഇതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നത്. ഇതെങ്ങനെ നിർവഹിക്കണം? നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ പഠന സംവിധാനങ്ങളിലും എങ്ങനെ ചെയ്യണമെന്ന് നന്നായി പഠിപ്പിക്കാറുണ്ട്. നമസ്കാരവും നോമ്പും സക്കാത്തുമൊക്കെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് അറിയാത്തവർ നമ്മളിൽ ചുരുക്കമാണ്. എല്ലാവർക്കും അതറിയാം. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഈ പോകുന്ന ആർക്കും ഒരാശങ്കയും ഉണ്ടാകരുത്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ വല്ലതും പിഴച്ചു പോകുമോ, അത് തെറ്റായി പോകുമോ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടാവരുത്. അത്രമേൽ കോംപ്ലിക്കേറ്റഡായ പ്രശ്നങ്ങളുള്ള ഒന്നും ഇതിലില്ല എന്നതാണ്. നമ്മൾ ഭയപ്പെടരുത്. ആദ്യമായി നമ്മൾ ഭയപ്പെടരുത്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്ന് ആശങ്കിക്കേണ്ട കാര്യമില്ല. വളരെ ഈസിയായി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മമാണ് എന്ന കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ നിറച്ച ആളുകളുണ്ട്. എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട കർമ്മങ്ങളായതുകൊണ്ട് ആർക്കും ഇതിലെ ഒന്നും വിട്ടുപോകാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് അക്കാര്യത്തിൽ ആരും ആശങ്കപ്പെടരുത് എന്നുണർത്തുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട മറ്റൊന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ആരാധനകളെ പഠിക്കുന്നതിലെ ഒന്നാമത്തെ ഭാഗം എങ്ങനെയാണ് എന്നതാണെങ്കിൽ അതിൻ്റെ മറുവശത്ത് വൈ ടു ഡു എന്നതാണ്. ഇതെന്തിനാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത്. ഏതൊരു കർമ്മത്തിൻ്റെയും സ്വീകാര്യത ആശ്രയിച്ചിരിക്കുന്നത് ഇതെന്തിന് ചെയ്യുന്നു എന്ന നീയത്തനുസരിച്ചാണ്. നമ്മൾ പഠിച്ച പഠനത്തിൽ ഏറ്റവും ചെറിയൊരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ ആരാധനകളുടെ സ്വീകാര്യതയും കിടക്കുന്നത് അതിൻ്റെ
മനസ്സിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്. ഇതെന്തിന് ചെയ്യുന്നു എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ കർമ്മങ്ങളുടെ സ്വീകാര്യത എന്നത്. ഈ വർത്തമാനം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. അഥവാ ഞാൻ ഹജ്ജിൻ്റെ വേളകളിൽ ചെയ്തു തീർക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഘടകങ്ങളും എന്തിനാണ് എന്നറിഞ്ഞ് ചെയ്യുമ്പോഴാണത്രേ എൻ്റെ അക്കൗണ്ടിൽ ഹജ്ജ് മബ്റൂറും മഖ്ബൂലുമായി റബ്ബ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ്. എങ്ങനെ ചെയ്യണം എന്നതോടൊപ്പം എന്തിന് ചെയ്യണം എന്ന കാര്യം ഈ ക്ലാസ്സിലൂടെ പഠിപ്പിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചതും. ഇനി നമ്മളൊരു പ്രാർത്ഥനയിൽ തുടങ്ങും. വളരെ ഗൗരവമുള്ള വർത്തമാനം പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആധുനിക മനുഷ്യരെന്ന് നാം സ്വയം പറയുന്ന നമ്മളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാവണം ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. പടച്ചവനെ, എത്ര കേട്ടാലും ഒരു കുലുക്കവുമില്ലാത്ത, ഒന്നും തോന്നാത്ത ഒരു ഹൃദയം തന്ന് എന്നെ പരീക്ഷിക്കല്ലേട്ടോ. അങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് താങ്ങാൻ പറ്റൂല. കാര്യങ്ങൾ എത്ര കേട്ടാലും ഉള്ളിൽ ഭയം വരാത്ത ഒരു ഹൃദയം തന്ന് എന്നെ പരീക്ഷിക്കരുത്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാണോ എന്ന് ഒരു വേള തോന്നിയിട്ടുണ്ടാകും. എത്ര കേട്ടാലും ഒരു ഭയപ്പാടുമില്ലാത്ത ഒരവസ്ഥ തരല്ലേ റബ്ബേ. 2, വമിൻ ദഅവത്തിൻ ലാ യസ്മ. ഒരു സദസ്സിലേക്ക് വിളിക്കപ്പെട്ടു. പക്ഷേ ആ സദസ്സിൽ കിട്ടിയതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ എനിക്ക് തരല്ലേട്ടോ. എത്രയെത്ര സദസ്സുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സദസ്സിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത സദസ്സുകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകല്ലേ എന്നതാണ് അതിൻ്റെ വശം. അഥവാ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ എത്തിയതുപോലും ഒരു നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെനിക്കെതിരായി വരുത്തല്ലേ പടച്ചവനെ. ഞാൻ അറിഞ്ഞതുകൊണ്ട്, ഞാൻ പഠിച്ചതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ എന്നെ നീ പിടികൂടല്ലേ എന്ന് അതിനൊരർത്ഥമുണ്ട്. 3, വലാ ഇൽമിൻ ലാ യൻഫ. ഉപകാരമില്ലാത്ത അറിവ് എൻ്റെ ചെവിയിലേക്ക് കേൾപ്പിക്കരുത്. എത്ര കേട്ടാലും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തു വിടുന്ന അറിവായി അവശേഷിക്കുന്ന അറിവാണെങ്കിൽ എൻ്റെ ചെവിയിലേക്ക് അത് വരുത്തല്ല റബ്ബേ എന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ തുടക്കത്തിലെ ചെയ്തു വെക്കുന്നത് നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടെ കൂടിയ ഈ കൂട്ടായ്മയുണ്ടല്ലോ, അത് എതിരാകുമോ എന്ന ഒരു ചെറിയ ഭയപ്പാടിൽ നിന്നാണ്. പടച്ച തമ്പുരാൻ നമ്മളുടെ ഉദ്ദേശത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മളറിയണം, ഹജ്ജിനാണ് നമ്മൾ പോകുന്നത്. പോയി വരുമ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഒരേ അനുഭൂതിയാണ് എന്ന് വിശ്വസിക്കരുത്. ഹജ്ജിന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓരോ മനുഷ്യരും അതനുഭവിക്കുന്നതിൻ്റെ അനുഭൂതിയും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ അനുഭൂതി വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, തീർത്ഥാടനത്തിൻ്റെ ആത്മസൗന്ദര്യത്തിൻ്റെ ആഴം ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. തീർത്ഥാടനത്തിന് ഒരാത്മസൗന്ദര്യമുണ്ട്. അതിനേക്കാൾ ആനന്ദം നൽകുന്ന മറ്റൊന്നില്ല. ആത്മാവിനാനന്ദം നൽകുന്ന ഈ യാത്ര അതിനാഴം കൂടുന്നത്, അഥവാ തീർത്ഥാടനത്തിൻ്റെ ആത്മസൗന്ദര്യം ആശ്രയിച്ചിരിക്കുന്നത് അതിൻ്റെ അറിവിൻ്റെ ആഴമനുസരിച്ചാണ്. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളിലെ അറിവിൻ്റെ ആഴമാണ് ഈ സൗന്ദര്യത്തിന് ആഴവും പരപ്പും കൂട്ടുന്നത്. ഇസ്ലാമിൻ്റെ നിശ്ചയിക്കപ്പെട്ട ആരാധനകളിൽ നിന്ന് ഈ ഹജ്ജിനൊരു വ്യത്യാസമുണ്ട്. അത് ഒരിക്കൽ മാത്രം നിർബന്ധമാക്കപ്പെട്ട, ആയുസ്സിലൊരിക്കൽ മാത്രമാണ് ഞാനത് ചെയ്യേണ്ടത്. പിന്നെയോ ഒരിടത്തെത്തിയാൽ മാത്രമേ അത് നിർവഹിക്കാനാവൂ. ബാക്കിയുള്ള ആരാധനകൾ മനുഷ്യൻ എവിടെയായാലും അവനത് ചെയ്തു തീർക്കാം. ഭൂമിയുടെ ഏത് കോണിലും അവന് മറ്റിതര ആരാധനകൾ ചെയ്തു തീർക്കാം. പക്ഷേ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ മാത്രം നിർവഹിക്കാനാവുന്ന ഒരാരാധനയിലേക്കാണ് പോകുന്നത്.
പിന്നെ ഒത്തിരി കണ്ടീഷനുകൾ പൂർത്തീകരിക്കേണ്ടി വന്ന കഠിനമായ കണ്ടീഷനുകൾ പൂർത്തീകരിക്കേണ്ട ഒരാരാധനയിലേക്കാണ് നമ്മൾ മനസ്സ് വച്ചിട്ടുള്ളത്. അഥവാ ട്രാവൽ സേഫ്റ്റി, പോകുന്ന വഴിയിലെ യാത്രയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അഥവാ സാമ്പത്തികമായ ഭദ്രത പടച്ചവൻ അനുവദിച്ചു തരണം. 3, ബെറ്റർ ഹെൽത്ത്. എൻ്റെ ആരോഗ്യം, നല്ല ഒരാരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെട്ട അനുഗ്രഹീത സംഘമാണ് എന്നോടൊപ്പമുള്ളത്. ഇന്നത്തെ ക്ലാസിൻ്റെ ഇതിവൃത്തമായി, അതിൻ്റെ തീമായി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഹജ്ജ് വിശ്വാസികളുടെ ബാധ്യത എന്ന തലക്കെട്ടിലാണ്. ഇന്നത്തെ ക്ലാസ് ഈ ടൈറ്റിലേക്ക് നമ്മൾ മാറ്റുന്നത്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് മനുഷ്യൻ അത്ഭുതകരമായ കോൺഫിഡൻസിലേക്കും ഫോക്കസിലേക്കും എത്തപ്പെടണം. വല്ലാത്ത കോൺഫിഡൻസ് വിശ്വാസികൾക്ക്, ഹജ്ജിന് പോകുന്ന മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം. അവനവനിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ക്ലാസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ 3 തലക്കെട്ടിൽ 3 പോയിന്റിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോവുക. അതിലൊന്നാമത്തത്, നമ്മളെക്കുറിച്ച് ആദ്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആരാണ് നമ്മൾ? ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ളത് ഞാനടക്കം 92 പേരാണ്. ആരാണ് നമ്മൾ? ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. പിന്നീടുള്ള ദിവസങ്ങൾ യാന്ത്രികമല്ലാതെ നല്ല ആനന്ദത്തോടുകൂടെ ഹജ്ജ് തീരുന്നത് വരെ പോകാൻ ഈ അറിവ് നമ്മെ ഉപകരിക്കും. ആരാണ് ഞാൻ? ഹുവമായി, ഞാൻ ആരാണ്? അതിലൊന്നാമത്തെ ഉത്തരം, മീ ദ മോസ്റ്റ് ഫേവേർഡ്. പടച്ച തമ്പുരാൻ ഒരുപാട് പരിഗണിക്കപ്പെട്ട മനുഷ്യരിൽപ്പെട്ടയാളാണ് ഞാൻ എന്ന് സ്വന്തത്തോട് ഉറച്ചുറച്ചു പറയണം. ദ മോസ്റ്റ് ഫേവേർഡ്, ഏറ്റവും പരിഗണിക്കപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ് പടച്ചവനെ ഞാൻ. പരകോടി ശതകോടി മനുഷ്യർക്കിടയിൽ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു സൃഷ്ടിയാണ് ഞാൻ. പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നെ എന്നതാണ് ഒന്നാമതായി അവനവനെ കൊണ്ട് ഉറപ്പിക്കേണ്ടത്. എങ്ങനെയാണ് എന്നെ പരിഗണിക്കപ്പെട്ടത് എന്നറിയുമോ? ലോകത്തെല്ലാ വർഷവും ഭൂമിയുടെ നടുവിൽ വെച്ച് ഒരു മഹാസമ്മേളനം വിളിക്കും. ആ മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും ഏഴാനാകാശത്തിൻ്റെ അധികാര കസേരയാണ് സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ ഓരോ വർഷവും നടക്കുന്ന സമ്മേളനത്തിലേക്ക് ആര് പങ്കെടുക്കണം, ആര് വരരുത് എന്ന തീരുമാനം ഭൂമിയിലെ സംവിധാനങ്ങളല്ല, മറിച്ച് ആകാശലോകത്തിൻ്റെ തീരുമാനമാണ്. അറിയുക, നിങ്ങളിൽ ഓരോരുത്തരും ഈ വരുന്ന ഹജ്ജിൽ പങ്കെടുക്കണമെന്ന തീരുമാനം ഈ ഭൂമിയുടെ സംവിധാനങ്ങളല്ല, മറിച്ച് ആകാശലോകത്തിൻ്റെ പ്രത്യേക ഉദ്ദേശമനുസരിച്ച് ഭൂമിയിലെ ഇന്നാലിന്ന പ്രദേശത്ത് ഇന്നാലിന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനും മകളും ഇങ്ങ് പോരണം എന്ന തീരുമാനം പടച്ചവൻ്റേതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഇതിനേക്കാൾ വലിയ പരിഗണന ഇനി നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ എന്നതാണ്. ഈ പരിഗണന ലഭിച്ചതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നന്ദിയുള്ള അടിമയാകണം. അബ്ദൻ ശക്കൂറ, നന്ദിയുള്ള അടിമയാവുകയാണ് നാം. എങ്ങനെയെന്നറിയുമോ? ഹജ്ജിന് പോകുന്ന ഒരാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട അറിവ്, ഹജ്ജിലേക്ക് റബ്ബ് നമ്മെ ക്ഷണിക്കുന്ന 3 ആയത്തുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഹജ്ജിന് പുറപ്പെടുന്നത് എന്നതാണ്. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 196 വചനം. ആ വചനം ഒരു ഓർഡറാണ്, കൽപ്പനയാണ്, രാജകൽപ്പന, അല്ലാഹുവിൻ്റെ കൽപ്പന. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, പടച്ചവന് വേണ്ടി
മനുഷ്യവർഗമേ, നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുവിൻ എന്ന കടുത്ത കൽപ്പന. ആദ്യ ആയത്ത് കൽപ്പന സ്വരത്തിലുള്ളതാണ്. അതിനൊരു സ്ട്രക്ചറൽ മീനിങ് ഉണ്ട്. കൽപ്പനയാണത്, ഓർഡറാണത്. ആ ഓർഡർ വരുന്നത് അല്ലാഹുവിൽ നിന്നും, എൻ്റെ സൃഷ്ടാവിൽ നിന്നും. ആ ഓർഡർ പാലിക്കുകയാണ് നാം. രണ്ടാമത് ഹാജിയെ ഹജ്ജിന് വിളിക്കുന്ന ഖുർആനിൽ നാം പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ ആയത്ത് ആലു ഇമ്രാനിലെ 97-ാമത്തെ വചനമാണ്. ആദ്യം കൽപ്പനയായിരുന്നു, പിന്നെ അത് മുന്നോട്ട് വന്നപ്പോൾ ആലു ഇമ്രാനിലേക്ക് എത്തിയപ്പോൾ ആ ആയത്തിന് ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ആദ്യം ഓർഡറിൽ നിന്ന് തുടങ്ങി, പിന്നീട് അത് ഭീഷണിയിലേക്കാകും. അതിങ്ങനെയാ. ഇങ്ങനെന്നറിയുമോ? വലില്ലാഹി അലന്നാസ്, അതെ, മനുഷ്യവർഗത്തിന് അല്ലാഹുവോട് കടപ്പാടുണ്ട്. എന്താണ് ആ കടപ്പാടെന്നറിയുമോ? ഹിജ്ജുൽ ബൈത്ത്, ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തണം, കേറിവ. മനിസ്തത്ത ഇലൈഹി സബീല, തടസ്സങ്ങളില്ല എങ്കിൽ, വഴി ക്ലിയർ ആണെങ്കിൽ, പോകാൻ തടസ്സങ്ങളില്ലാതെ, കയ്യിൽ പൈസയുണ്ടെങ്കിൽ, ശരീരത്തിൽ ആരോഗ്യം ജീവനുമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പൂർത്തീകരിക്കണം. എന്നിട്ടോ അവിടെ വെച്ച് നിർത്തുകയാണ്. അവിടെ വെച്ച് നിർത്തുന്നു. മനിസ്തത്ത ഇലൈഹി സബീല, മനുഷ്യവർഗത്തിന് അല്ലാഹുവോട് കടപ്പാടുണ്ട് ഈ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയാ വമൻ കഫർ, നിഷേധ നിലപാട് സ്വീകരിച്ചാൽ, ഈ കൽപ്പനയോട്, ഈ താക്കീതിനോട് നിഷേധാത്മക നിലപാടാണുള്ളതെങ്കിൽ ഫഇന്നല്ലാഹ അനിയ്യുൻ അനിൽ ആലമീൻ, പടച്ചവൻ പറഞ്ഞു വെക്കണമെന്നറിയുമോ? നിന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ, അതെല്ലാം ഇവിടുന്ന് വന്നതാട്ടോ, ഇവിടെ നിന്ന് വന്നതാ. എൻ്റെ പ്രയത്നം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കഠിനാധ്വാനം എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ പണം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ഓർക്കണം, എൻ്റെ ഖജനാവിൽ നിന്ന് വിധിച്ചു കിട്ടിയതാ. ഇതിനൊക്കെ ഉള്ളതിനാ. അത് ചെലവഴിച്ചിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന താക്കീതിൻ്റെ സ്വരമുണ്ടതിന്. ആദ്യം മനുഷ്യനോട് കൽപ്പനയായി, പിന്നീട് ആൽ ഇമ്രാനിലൂടെ അത് താക്കീതിലേക്ക് വന്ന മൂന്നാമത് ഹാജിയെ ക്ഷണിക്കുന്ന മൂന്നാമതൊരായത്തുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 27-ാം വചനം. ആ വചനത്തിൽ ഇൻവിറ്റേഷൻ, മനുഷ്യനെ റബ്ബ് വിളിക്കും, ക്ഷണിക്കും, കേറിവാടോ എന്ന അതിമനോഹരമായ ശൈലി. മനുഷ്യനോട് ആദ്യം കൽപ്പനാരൂപത്തിൽ സംസാരിച്ച്, പിന്നീടത് താക്കീതിലേക്ക് വഴിമാറി, അവസാനം മനുഷ്യനെ റബ്ബ് കാബയിലേക്ക് ഇൻവിറ്റേഷൻ നടത്തുന്ന ആയത്താണ് സൂറത്തുൽ ഹജ്ജിലെ 27-ാം വചനം. ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുകയാ, വഅദിൻ ഫിന്നാസ്, മനുഷ്യരോട് വിളിച്ചു പറ, ഇങ്ങോട്ട് വരാൻ പറയാ ഇബ്രാഹിം. അല്ലയോ ഇബ്രാഹിം, എനിക്ക് വേണ്ടി താങ്കൾ മനുഷ്യരെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ബിൽ ഹജ്ജ്, തീർത്ഥാടനത്തിന് ക്ഷണിക്കണം. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഈ വിളി കേട്ടിട്ട് അല്ലാഹുവിന്റെ ഭൂമിയുടെ വിദൂര ദിക്കുകളിൽ നിന്ന്, മുഴുവൻ ജോഗ്രഫിക് പോയിന്റുകളിൽ നിന്നും നടന്നും യാത്ര തിരിച്ചിട്ടും അവരിങ്ങ് വരട്ടെ എന്ന്. എന്നിട്ട് വന്നിട്ട് തിരിച്ചു പോരുമ്പോ സമ്മാനപ്പൊതി ഞാൻ കൊടുക്കും. എന്താണ് സമ്മാനം എന്നറിയുമോ? സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും തരാൻ റബ്ബിന്റെ കയ്യിലില്ലെന്ന് റബ്ബിന്റെ കരാറാണ്. അതിമനോഹരമായ സങ്കല്പം. പോകുന്നതിന് മുമ്പ്, അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ്, സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം, ആൽ ഇമ്രാനിലെ 97-ാം വചനം, സൂറത്തുൽ ഹജ്ജിലെ 27-ാം വചനം, ഈ മൂന്നും കാണാതെ പഠിക്കാൻ ശ്രമിക്കണം, നന്നായി പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഹജ്ജിന് പ്രേരിപ്പിക്കുന്ന, മനുഷ്യനോട് കൽപ്പിക്കുന്ന, മനുഷ്യനോട് താക്കീത് ചെയ്യുന്ന, മനുഷ്യനെ ക്ഷണിക്കുന്ന മൂന്നായത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഹജ്ജിന് പോകാൻ രജിസ്റ്റർ ചെയ്തത് എന്നതാണ് അതിൻ്റെ മർമ്മം. മാത്രമല്ല,
ഈ ക്ലാസ് തീർന്ന് ഇശാ നമസ്കരിക്കാൻ വുളു എടുത്തതിന് ശേഷം ശുക്രിന്റെ നന്ദിയുടെ സുജൂദിൽ നിങ്ങൾ വീഴണം. എന്നിട്ട് നമ്മുടെ നമസ്കാരപ്പായ നമ്മുടെ കണ്ണീർ കൊണ്ട് നിറയണം. സന്തോഷത്തിന് ദുമു സഈദ്, വിജയിച്ചവന്റെ കണ്ണീരാണത്. എന്തിനെന്നറിയുമോ? അതായത് ഇബ്രാഹിം നബിയിലൂടെ അള്ളാഹുവിന്റെ ക്ഷണം അള്ളാഹു ഇബ്രാഹിം നബി വിളിച്ചപ്പോ നമുക്കൊരു സ്പിരിച്വൽ ഇയർ, ഒരാത്മീയ ചെവിയുണ്ട്. ആ ചെവിയിൽ എവിടെയോ ഈ വിളി കേട്ടത് കൊണ്ട് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും പോകാൻ നമ്മുടെ മനസ്സനുവദിച്ചത്. എത്ര മനുഷ്യരുണ്ട് കോടിക്കണക്കിന് രൂപ കൈവശം വെച്ചിട്ടും പോകാൻ മനസ്സില്ലാത്തവർ. എത്ര മനുഷ്യരുണ്ട് കോടിക്കണക്കിന് രൂപ കൈവശം വെച്ചിട്ടും ശരീരം അനുവദിക്കാത്തവർ. അപ്പോ അള്ളാഹുവിന്റെ വിളി നമ്മുടെ ആത്മീയ ചെവിയിൽ കേട്ടതിന്, അങ്ങനെ യാത്ര തിരിക്കാൻ സാമ്പത്തിക ഭദ്രത നൽകിയതിന്, ഇത് ആവേശത്തോടെ ചെയ്യാൻ എൻ്റെ ശരീരത്തിൽ ജീവനും ആരോഗ്യവും ബാക്കി വെച്ചതിന് പടച്ച തമ്പുരാനോട് ഒരു നന്ദിയുടെ സുജൂദെങ്കിലും ആ സുജൂദിൽ നിങ്ങൾ വീണിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നന്ദിയുടെ സുജൂദിൽ നിങ്ങളിൽ ഓരോരുത്തരും വീഴണം. എന്തിനെന്നറിയുമോ? ഇങ്ങനെ നോക്കിക്കേ, വീഴുന്നത് എന്തിനാന്ന് വെച്ചാല് മൻമലക്ക സാദം വരാഹിരം, ഒരാൾക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവനുണ്ട്. ഹജ്ജിന് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും റബ്ബ് നൽകിയിട്ടുണ്ട്. വലം യഹുജ്ജ ബൈത്തുല്ലാ, പടച്ചവന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ മനസ്സ് വന്നില്ല അവന്. എന്നിട്ടെങ്ങാനും അവൻ മരിച്ചാൽ മാത്ത യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ യഹൂദനോ നസ്രാനിയോ ആയി മരിച്ചു കൊള്ളട്ടെ എന്ന്. അതിന്റെ മറുവശം എന്താണെന്ന് അറിയുമോ? അവൻ മരിച്ചു കിടക്കുമ്പോ കഅബയിലേക്ക് ആ മുഖം തിരിക്കരുത്. അവനത് ആഗ്രഹിച്ചിട്ടില്ല, അവന്റെ തല അതിന് കൊതിച്ചിട്ടില്ല. മറിച്ച് വത്തിക്കാനിലേക്കോ പിന്നെ ഇസ്രായേലിലേക്കോ അഥവാ ജൂതരുടെ കേന്ദ്രങ്ങളിലേക്കോ ആ മുഖത്തെ തിരിക്കണം. കഅബയിലേക്ക് അവന്റെ മുഖത്തെ തിരിക്കരുത് എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ദ മോസ്റ്റ് ഫേവേർഡ് ഗ്രൂപ്പ്, പടച്ച തമ്പുരാൻ വല്ലാതെ അടുപ്പിച്ച് നിർത്തിയ ഒരു സംഘമാണ് ഈ ക്ലാസ്സിലുള്ളത് എന്നാണ്. ഇനിയോ, നമുക്ക് ആയുസ് തന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിലേക്ക് വേണ്ടി ധൃതി കാണിക്കുവിൻ. നിങ്ങൾ വല്ലാത്ത സ്പീഡ് കാണിക്കുവിൻ. എന്തിനാ സ്പീഡ് എന്നറിയുമോ? വഇന്നഹദക്കും ലാ യദ്രി മാ യഅരിദു ലഹു, നാളെ എന്താ സംഭവിക്കുക എന്ന് ഏത് മനുഷ്യനാണ് അറിയുക? ആയുസിനെ കുറിച്ചാ പറയുന്നത്. മനുഷ്യ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണെന്ന് സ്വയം ചോദിച്ചേ. ഒരു മനുഷ്യന്റെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതെന്റെ മരണമാണ്. അതിനേക്കാൾ അടുത്തത് ക്ലോസസ്റ്റ്, ഏറ്റവും അടുത്തത് മരണമാ. പക്ഷേ നമ്മുടെ വർഗശത്രുവായ ഇബ്ലീസ് നമ്മളെയൊക്കെ വിശ്വസിച്ച് പിരിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞ് ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി ഞാനിങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഒരു അതിഥിയെപ്പോലെ കടന്നു വരുന്നതാണ് എന്നതാണ്. അല്ല, എല്ലാ സന്തോഷങ്ങളും തകർക്കുന്ന, എല്ലാ സ്വപ്നങ്ങളും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പാളീസാകുമെന്ന ആ മരണമാണ് മനുഷ്യന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്നാണ്. ഇനി നോക്കൂ, ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം നിങ്ങൾ കേൾക്കണം. ആരാണെന്നറിയുമോ? മനുഷ്യരിൽ ആത്മീയമായും ശാരീരികമായുമുള്ള ബുദ്ധിരാക്ഷസനും ശരീരരാക്ഷസനും എന്നാ പറയാ. അത്രമേൽ ശാരീരികമായ കരുത്തും സ്പിരിച്വൽ പവറുമുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലഖദ് ഹമംതു, ഞാൻ ഇങ്ങനെ കരുതിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അന്നബസ റിജാലൻ ഇലാ അഹ്ലിൽ അംസാർ, സിറ്റികളിൽ നഗരങ്ങളിൽ സന്തോഷത്തോടുകൂടെ ആർഭാടം ജീവിതം നയിക്കുന്ന ഈ നഗരവാസികളിലേക്ക് ഞാൻ കുറച്ചാളുകളെ അയക്കും. ഫല്യൻലുറു, എന്നിട്ട് അവരോട് നോക്കാൻ പറയും. എന്താണ് അവർ നോക്കേണ്ടത്? ഇലാ കുല്ലി മൻ കാന ലഹു ജദ്ദത്തുൻ ഫലം യഹജ്ജ, ജീവിതം അടിച്ചു പൊളിച്ചു കഴിയുന്നു, പക്ഷേ ഹജ്ജ് ചെയ്യുവാനുള്ള തീരുമാനമോ അതിനു വേണ്ടി പൈസയോ മാറ്റിവെക്കാത്ത മനുഷ്യരെ കണ്ടുപിടിക്കണം. എന്നിട്ടോ ഫല്യലിരിബു അലൈഹിം, അവരിൽ ഞാൻ ചുമത്താൻ പോവാ. എന്താ ചുമത്തുന്നത്? അൽ ജിസിയ, ജിസിയ ചുമത്തും. അഥവാ അമുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ട്രഷറിയിലേക്ക് നൽകേണ്ട ഫണ്ടാണ് ജിസിയ. അവൻ ജിസിയ കൊടുക്കാൻ പറയും. കാരണം
മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്നർത്ഥം. ചെറിയ പ്രായം മുതൽ ഈ ആഗ്രഹമില്ലാതിരിക്കുകയും അതിനുവേണ്ടി പൈസ മാറ്റി വെക്കാതിരിക്കുകയും ചെയ്യുന്നയാൾ ഇസ്ലാമിന്റെ ഗണത്തിലില്ല എന്ന് അതിൻ്റെ ഒരു മറുവശമാണ്. ഞാൻ പറഞ്ഞു വെച്ചത്, ഒന്നാമതായി ഈ ഗ്രൂപ്പിലെ ആളുകൾ അവനവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് മീ ദ മോസ്റ്റ് ഫേവേർഡ്, പടച്ചവൻ ഒരുപാട് പരിഗണിക്കപ്പെട്ട കൂട്ടത്തിലാണ് ഞാനുള്ളത് എന്നും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാനുള്ളത് എന്നുമാണ്. ഇനി രണ്ടാമത് എന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ദ മോസ്റ്റ് ഓണേഡ് ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട മനുഷ്യരിലെ ഒരാളാണ് ഞാൻ എന്നാണ്. ആദരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന് ഏറ്റവും വേണ്ടത് ശാരീരികമായി ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും കിടക്കാനും ഒരു വീടുമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് ആദരവ് വേണം, ഒരു പരിഗണന വേണം. ഏറ്റവും വലിയ ശിക്ഷ അവഗണനയല്ലേ? പടച്ചവൻ വല്ലാതെ നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് എന്നതാണ്. എങ്ങനെയാണ് ആദരിക്കുന്നത്? യെസ്, എൻ്റെ ഇസ്ലാം പൂർത്തീകരിക്കാൻ എന്നെ അനുവദിച്ചു എന്നതിന്, ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് എന്നെ തെരഞ്ഞെടുത്തു എന്നതാണ്. എന്താണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം? ഹജ്ജിലൂടെ എങ്ങനെയാണ് നടക്കുക എന്നതാണ്. നിങ്ങളറിയുമോ, മനുഷ്യന് ഒരു ഡിവൈൻ കണക്ഷൻ റാങ്കിങ്സ് എന്ന് പറയുന്നൊരു റാങ്ക് ഉണ്ട്. അള്ളാഹുവിനോടുള്ള അടുപ്പമനുസരിച്ച് മനുഷ്യന് ചില റാങ്കുകൾ ലഭിക്കും, ചില പ്രമോഷൻ ലഭിക്കും. അതിൽ ഒരാൾ ആദ്യമാകുന്നത് മുഅ്മിൻ എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ്. അഥവാ വിശ്വാസത്തിലേക്ക് ഒരാൾ കയറി വരുന്നത് ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. ഒരാൾ ആദ്യം മുഅ്മിനാകണം. 6 കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ അയാൾ മുഅ്മിനാകും. പടച്ചവനുണ്ടെന്നും അവൻ ഏകനാണെന്നും മലക്കുകളും കിതാബുകളും റസൂലുകളും പരലോകവും മരണാനന്തര ജീവിതവും ഒക്കെ ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കുമ്പോൾ അയാൾക്ക് മുഅ്മിൻ എന്ന റാങ്ക് കിട്ടും. അയാൾ വിശ്വാസിയാകും. ഇനി രണ്ടാമതോ, ഒരാൾ വിശ്വാസിയായതിനു ശേഷം, മുഅ്മിനായതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ മുസ്ലിം ആകണം. മുസ്ലിം എന്ന് വെച്ചാൽ 5 ആരാധനാ കർമ്മങ്ങൾ അവൻ ചെയ്യുമ്പോൾ അവൻ മുസ്ലിം ആവണം. ഒരാൾ രാവിലെ മുഅ്മിനായി എന്ന് ധരിക്കുക. രാവിലെ 8 മണിക്ക് മുഅ്മിനായാൽ 12 മണിയാകുന്നതോടുകൂടെ അയാൾ മുസ്ലിം ആയിരിക്കണം. അഥവാ ഇസ്ലാമിൻ്റെ ആരാധനകൾ ചെയ്തു തീർക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് 5 ആരാധനയിലാണുള്ളത്. ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് 5 ആരാധന ചെയ്യണം. അതിലൊന്ന് ഷഹാദത്താണ്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, അതനുസരിച്ചുള്ള മുന്നോട്ടു പോക്ക്. അല്ലാഹു ഏകനാണെന്നും അവനല്ലാതെ മറ്റൊരാളില്ലെന്നും പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രവാചകനാണെന്നും എന്ന വിശ്വാസമാണ്. അതനുസരിച്ചുള്ള പണിയാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് സ്വല, 5 വഖ്ത് നമസ്കാരം അല്ലേ? ആ നമസ്കാരം നമ്മൾ എന്തുമാത്രം പൂർണ്ണതയിലാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ എൻ്റെ നമസ്കാരവും ശരിയാ. മൂന്നാമത്തത് നോമ്പാണ്. നോമ്പും നമ്മളൊക്കെയാണ്. നോമ്പ് കാലം വരുമ്പോൾ എന്തൊരു രസമാണ് വീട്ടിന്, എന്തൊരു താളമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്. നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നു. ഈ 3 എണ്ണം നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇസ്ലാമായി കൊണ്ടു നടക്കുന്ന സാധനങ്ങളാണ്. ഷഹാദത്തൊക്കെയാണ്, നമസ്കാരമൊക്കെയാണ്, പിന്നെ എൻ്റെ നോമ്പും ഒക്കെയാണ്. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ആ 2 എണ്ണവും പൂർത്തീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ കൂട്ടത്തിലുള്ളത്. അല്ലാഹു അക്ബർ. അതിമനോഹരമായ സങ്കല്പം. എന്താ മൂന്നാമത്തേന്നറിയോ? മൂന്നാമത്തെന്ന് അറിയുന്നത് സക്കാത്ത് എന്ന ആരാധനയാണ്. ആ ആരാധന നിർവഹിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. എന്താണത്? ജീവിതത്തിൽ വരുമാനം വന്നതു മുതൽ ഇശുക്ക് പിടിച്ചും പിശുക്കിയും മാറ്റിവെച്ചും വെച്ച് കുറേ വർഷം കഴിയുമ്പോൾ, ഒരുപക്ഷെ ആയുസിന്റെ പകുതിയും മുക്കാലും കഴിയുമ്പോൾ, ഏതോ ഒരു വർഷം സക്കാത്ത് കൊടുക്കാൻ എനിക്കർഹത തരും എൻ്റെ നാഥൻ. സക്കാത്ത് കൊടുക്കുവാനുള്ള പൈസ എൻ്റെ കയ്യിൽ വരുമ്പോൾ, അന്ന് രാവിലെ സുബഹി നമസ്കരിച്ച് നിശ്ചയിക്കപ്പെട്ട 8 അവകാശികളിലേക്ക് ആ പൈസ കൊടുത്തു തീർത്തിട്ട്
തിരിച്ചു വന്ന വീട്ടിൽ കിടന്ന് നമസ്കാര മുറിയിൽ കിടന്നൊരു കരച്ചിലുണ്ട്, പടച്ചവനെ നിനക്ക് സർവസ്തുതിയും. സക്കാത്ത് എന്ന് പറയുന്ന ആരാധന നിർവഹിക്കുവാൻ എനിക്ക് സാമ്പത്തിക ശേഷി നൽകിയതിന് നിനക്ക് സകല സ്തുതിയും എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇനിയോ അതും കഴിഞ്ഞ് അഞ്ചാമത്തതാണ് ഹജ്ജിന്റെ നിർവൃതി അറിയാൻ പോവുക. ഇസ്ലാം പൂർത്തീകരിക്കാൻ പോകുന്നു. സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യുവാനുമുള്ള ആ സ്റ്റാറ്റസിലേക്ക് എന്നെ റബ്ബ് ഉയർത്തി വെച്ചിരിക്കുന്നു. ഇനിയോ ഹജ്ജിന്റെ ഒന്ന് മ്യൂട്ട് വെക്കണേ. മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സൗണ്ട് ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. ഹലോ, ഇനി അഞ്ചാമത്തതോ ഹജ്ജിന്റെ അനുഭൂതി അറിയാൻ പോവാ. ഹജ്ജിന്റെ അനുഭൂതി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കറിയോ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ദിശയുണ്ട്. ആ ദിശയോട് എനിക്ക് കടുത്ത സ്നേഹമുണ്ട്. അത് പടിഞ്ഞാറാണ്. വിശ്വാസിയുടെ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. അതിനെ വല്ലാത്ത ആദരവോടെയാണ് നമ്മളൊക്കെ കാണുന്നത്. അല്ലേ നോക്കൂ, നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ എഞ്ചിനീയറുടെ അടുത്ത് എന്തെല്ലാം പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആവണം എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ പറയുമ്പോൾ ഒന്ന് പ്രത്യേകം പറയാറുണ്ട്, എനിക്കൊന്നേ പറയാനുള്ളൂ. വീട് വെക്കുന്ന എഞ്ചിനീയറോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വീട്ടിലെ മലമൂത്രം വിസർജനം ചെയ്യുന്ന സ്ഥലം അഥവാ ബാത്റൂമുകളൊന്നും പടിഞ്ഞാറോട്ട് മുന്നിട്ടോ പിന്നിട്ടോ ആയിക്കൂടട്ടോ എന്ന. അതെന്റെ ദിശയാ. അതിനോടുള്ള ആദരവ് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ പോയി അലക്ഷ്യമായി കാരണങ്ങളില്ലാതെ പടിഞ്ഞാറോട്ട് കാൽ നീട്ടുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ കാലിൽ തട്ടിയിട്ട് പറയും, കാല് മടക്കണം കേട്ടോ എന്ന്. കാരണം ആ ദിശയിലേക്ക് കാല് നീട്ടുന്നത് അത്ര ശരിയല്ല. ആ ദിശയോട് എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? 5 നേരവും നമസ്കരിക്കുമ്പോൾ കിബിലയെ മുന്നിലേക്കൊരു മെന്റൽ ലിഫ്റ്റിംഗ് ഉണ്ട്. മക്കയുടെ നടുവിൽ കിടക്കുന്ന ആ വിശുദ്ധ ഗേഹം ഓരോ ദിവസവും 5 നേരമാണ് മനസ്സുകൊണ്ട് പൊക്കിയെടുത്ത് എൻ്റെ നമസ്കാരപ്പായയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. മെന്റൽ ലിഫ്റ്റിംഗ്. അവിടെ നിന്നുള്ള കഅബയെ മാനസികമായി പൊക്കിയെടുത്ത് ഓരോ ദിവസവും 5 നേരവും ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. ഇനി ഞാൻ എൻ്റെ ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോകുക. ഫിസിക്കൽ ലിഫ്റ്റിംഗ്. ഞാൻ അങ്ങോട്ട് പോകും. അല്ലേ? എന്തിനാണ് അറിയുമോ നിങ്ങൾ ഈ ദിശയോട് ഇത്രയും സ്നേഹം? ഞാനൊരു ദേശത്തേക്ക് പോകുന്നു. ആ ദേശത്തെ മനുഷ്യർ എൻ്റെ ഭാഷയല്ല സംസാരിക്കുന്നത്. എനിക്ക് നമസ്കരിക്കാൻ സമയമാകുമ്പോൾ പടിഞ്ഞാററിയണം. അറിയാത്ത, എൻ്റെ ഭാഷ അറിയാത്ത ആ മനുഷ്യരോട് ആംഗ്യം കാണിച്ച് ചോദിക്കും, നിനക്ക് പടിഞ്ഞാററിയുമോ എന്ന്. കാരണം എന്താണെന്നറിയോ? ആ ദിശ എനിക്ക് തെറ്റാൻ പാടില്ല. എന്തുകൊണ്ടാ? ഞാൻ മരിച്ചു കിടക്കുമ്പോൾ തിരിച്ചു കിടത്തേണ്ട ദിശയാണത്. അതെ, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എന്നെ തിരിച്ചു കിടത്തേണ്ട ദിശയാണത്. എന്നിട്ട് കബറിലേക്ക് വെക്കുമ്പോൾ ചെരിച്ചു കിടത്തേണ്ട ദിശയാണത്. പടിഞ്ഞാറേക്കാണ് എന്നെ തിരിച്ചു കിടത്തുന്നത്. ഇത് കാണാൻ പോകാം നമ്മൾ, അല്ലേ? ഇത് കാണാൻ പോകാം. അത് കാണാൻ പോകുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടാവും. എന്താ അനുഭൂതി എന്നറിയുമോ? മക്കയിൽ ഇറക്കി വിട്ടിട്ട് ഒരു പോക്കുണ്ടാവും. പൊയ്ക്കോ എന്ന് പറയും. 1000കണക്കിന് മനുഷ്യർ, അല്ലേ? ആരും കൂട്ടിന് വേണ്ട, ഒരു പോകലുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ സകല ഭാരങ്ങളും പോയി. വെയ്റ്റ്ലെസ്നെസ്, ഭാരമേ ഇല്ല. ഒരു പോക്കുണ്ടാവും. എന്നിട്ട് കഅബയോടടുക്കും തോറും ഇതാ ഇപ്പോൾ കാണും എന്ന അവസ്ഥ വരുമ്പോ നെഞ്ചിടിപ്പ് തുടങ്ങും. മനുഷ്യ ശരീരത്തിന്റെ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന വാരിയെല്ലുകൾ പൊട്ടി എൻ്റെ ഹൃദയം പുറത്തേക്ക് വരുമോ എന്നാശങ്കിച്ചിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചൊരു പൊക്കുണ്ടാവും. എന്നിട്ട് ആ കഅബ കാണുമ്പോ ഏത് കരയാത്തവനും കരയും. എന്തിനെന്നറിയുമോ? ഈ കാഴ്ച ഒരുക്കിയ നാഥ, നിന്നോടിതാ എൻ്റെ സന്തോഷത്തിന്റെ കണ്ണുനീർ ഞാൻ താഴെ വീഴ്ത്തുന്നു എന്നത്. ഈ അനുഭൂതി അറിയാൻ പോവുക. അഥവാ എൻ്റെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം.
അഞ്ചാരാധനകളും നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹീത മനുഷ്യർ. എങ്ങനെയാണ് നാഥ ഞങ്ങൾ നിനക്കിതിന് പകരം വെക്കേണ്ടത്? എങ്ങനെയാണ് നിന്നോട് ഈ കടപ്പാട് തീർക്കേണ്ടത് എന്ന് ഉള്ളുകൊണ്ട് ചോദിക്കണം. എന്നെ ആദരിച്ചതിന്, ഈ അനുഭൂതി അറിയാൻ എന്നെ തിരഞ്ഞെടുത്തതിന്, മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ട 5 ഇസ്ലാമിന്റെ പില്ലറുകളിൽ 5ാമത്തെ ഹജ്ജും അനുഭവിക്കാൻ എന്നെ അനുവദിച്ചതിന്, ആദരിക്കപ്പെട്ട അനുഗ്രഹീതരായ ഓൾമോസ്റ്റ് ഓണേഡായ ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ എന്ന സ്വയം ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് ആത്മീയതയിലേക്ക് ഇങ്ങനെ ഉയരാൻ കഴിയുക. അപ്പോ മുഅ്മിനായ ഞാനിതാ മുസ്ലിമാകാൻ പോകുന്നു, അഥവാ 5 ആരാധനകളും നിർവഹിക്കാൻ പോകുന്നു. ഇനി 3ാമത്തെ ഗ്രേഡ് മുത്തഖയാണ്. ഇന്നർ കോൺഷ്യസ്നസ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധ ചെലുത്തും. ഇനി മുത്തഖയിലേക്കുള്ള യാത്ര എനിക്ക് എളുപ്പമായിരിക്കും. ഇസ്ലാം പൂർത്തീകരിച്ച എനിക്ക്, ഇസ്ലാമിന്റെ 5 ആരാധനകളും പൂർത്തീകരിച്ച എനിക്ക് ഇസ്ലാമിന്റെ റാങ്കിങ്ങിലെ 3ാമത്തെ മുത്തഖി എന്ന റാങ്കിലേക്ക് പോകാൻ എനിക്ക് എളുപ്പമാണ്. അത് കഴിഞ്ഞ് മുത്തഖി കഴിഞ്ഞ 4ാമത്തെ ഗ്രേഡാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. ദ പെർഫെക്ഷനിസ്റ്റ്, ഡൂയിങ് ഓർഡിനറി തിങ്സ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി പെർഫെക്ഷൻ. ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന സാധനങ്ങൾ അത്രയും മനോഹരമായി ചെയ്തു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് ഉയരാൻ ഇനി എനിക്ക് എളുപ്പമാണ്. എൻ്റെ ഗ്രേഡ് ഇങ്ങനെ എളുപ്പമാണ്. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ മുത്തഖിയാവാനും മുഹ്സിനാകാനും എളുപ്പമാണ്. മുഹ്സിനാകുമ്പോൾ അല്ല പറയാണെന്തെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. റൊമാൻറ്റിക് ആയത്തുകളിൽ എന്ന് നമ്മൾ അതിനെ പറയും. മനുഷ്യനോട് റബ്ബിന് അനുരാഗമാണത്രേ, എനിക്കവനോട് പെരുത്തിഷ്ടമാണ് എന്നാണ്. ആ അവസ്ഥയിലേക്ക് ഞാനെത്തും. 5ാമതായി ഒരു ഗ്രേഡ് ഉണ്ട്, മുഫ്ലിഹ് എന്ന്. ഈ പ്രയോഗത്തെയാണ് ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനുകൾ മുഫ്ലിഹായിരിക്കുന്നു. മുഅ്മിനിൽ നിന്നുള്ള മുഫ്ലിഹിലേക്കുള്ള മനുഷ്യന്റെ ഒരു യാത്രയുണ്ട്. മുഫ്ലിഹായിരിക്കുന്നു. ആരാണ് മുഫ്ലിഹ്? സിൻലെസ് അൽ-അബ്റാർ, പുണ്യവാൻ, പാപം ചെയ്യാത്ത അവസ്ഥയിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഈ ഹജ്ജ് എനിക്ക് ഉപകരിക്കും. നാഥ, എന്നെ ഇങ്ങനെ ആദരിച്ചതിന് സകല സ്തുതിയും നിനക്കാണ് എന്ന് ഉള്ളുകൊണ്ട് എപ്പോഴും ശുക്ർ ചെയ്യണം. അല്ലാൻ്റെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ നിനക്കെന്താടോ നന്ദിയുള്ള അടിമയായിക്കൂടെ എന്ന്. അബദൻ ശക്കൂറ. അതെ, ഇനി മുതൽ നമ്മൾ നന്ദിയുള്ള അടിമകളാണ്. എന്നും ശുക്ർ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ദ മോസ്റ്റ് ഫേവേർഡ്, അല്ലാഹു ഏറ്റവും പരിഗണിക്കപ്പെട്ട കൂട്ടത്തിലാണ് ഞാനെന്ന് മനസ്സിനോട് പറയണം. 2ാമത്തത് ദ മോസ്റ്റ് ഓണേർഡ്, മനുഷ്യവർഗത്തിൽ ഇത്രമേൽ ആദരിക്കപ്പെട്ട ഒരാൾ വേറെ ഇല്ലെന്ന്, ഞാനല്ലാതെ മറ്റൊരാളില്ലെന്ന് ഓരോരുത്തരും സ്വയം വിശ്വസിക്കണം. 3ാമത്തതോ ദ മോസ്റ്റ് എക്സാൾട്ടഡ് ഗ്രൂപ്പ്, പടച്ച തമ്പുരാൻ ഉയർത്തിവെച്ച മനുഷ്യരാണ് ഞങ്ങൾ, ഉയരത്തിലേക്ക് കൊണ്ടുപോയ മനുഷ്യർ, എക്സാൾട്ടഡായ ഉയരത്തിലേക്കുള്ള ദറജ കൂടിയ ആളുകളാണ് ഞങ്ങൾ എന്നും വിശ്വസിക്കണം. ദറജ കൂടിയ ആളുകളാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് ദറജ കൂടിയ ആളുകൾ എന്നറിയുമോ? തറവാട് തിരിച്ചു പിടിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. എന്താണ് തറവാട് തിരിച്ചു പിടിക്കുന്നത്? മനുഷ്യന്റെ തറവാട് സ്വർഗമാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാ, ഉറപ്പാ. അത് നഷ്ടപ്പെട്ടില്ലേ നമുക്ക്? ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച കഥയും, അഥവാ മനുഷ്യ സൃഷ്ടിപ്പിന്റെ കഥയും, മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കഥയും നിങ്ങൾ കേട്ടിട്ടില്ലേ? നോക്കൂ, അതിങ്ങനെയാണ്. ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് ആകാശ ലോകത്ത് പടച്ച തമ്പുരാൻ ഒരു വലിയ സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തെ നമ്മൾ പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് അസംബ്ലി ഓഫ് ദ സ്കൈസ് എന്നാണ്. ആകാശ ലോകത്ത് വെച്ച് വിളിച്ച ഏറ്റവും വലിയ സമ്മേളനം. ആ സമ്മേളനം വിളിച്ചിട്ട് ആദം അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് മലക്കുകളടുത്ത് പറഞ്ഞു. എന്താ മലക്കുകളടുത്ത് പറഞ്ഞെന്നറിയുമോ? അല്ലയോ മാലാഖമാരെ, എൻ്റെ മാസ്റ്റർ പീസ് റെഡി ആയിരിക്കുന്നു, എൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി റെഡി ആയിരിക്കുന്നു, നിങ്ങൾ തലകുനിക്കുവൻ എന്ന്. തലകുനിക്കാൻ പറയാ, സുജൂദിൽ വീഴണം, ആദമിന് മുമ്പിൽ സുജൂദിൽ വീഴ് എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആശങ്ക പങ്കുവെച്ചു. അല്ല പടച്ചവനെ, ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് നിന്റെ ഏറ്റവും വലിയ സൃഷ്ടി, മാസ്റ്റർ പീസ്, ഞങ്ങൾ മലക്കുകളാണെന്നാണ്. ഇപ്പോൾ നീ പറയുന്നു ശരീരത്തിൽ ഇത്രമേൽ ചെറുതായ
ഒരു സൃഷ്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തലകുനിക്കാൻ പറയുമ്പോൾ കൽപ്പന പാലിക്കും. പക്ഷേ ആ കൽപ്പന പാലിക്കുമ്പോൾ ഉള്ളിലൊരു സുഖം വേണമെങ്കിൽ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. എങ്ങനെയാണ് മനുഷ്യവർഗം മാലാഖമാരെക്കാൾ കേമന്മാരാകുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം. എങ്ങനെയാണ് മനുഷ്യൻ മാലാഖമാരെക്കാൾ കേമനാകുന്നത് എങ്ങനെ എന്ന് മലക്കുകൾ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ലോകനാഥൻ മലക്കുകളോട് സംവദിക്കാതെ, അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ നേരെ തിരിഞ്ഞ് ആദമിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആദമേ, നിന്റെ സൃഷ്ടിപ്പില് മാലാഖമാർക്ക് ആശങ്കകളുണ്ട്. നിന്റെ കഴിവ് എവിടെയാണെന്ന് പ്രദർശനം തുടങ്ങ്. ഖുർആൻ ഉപയോഗിക്കുന്ന പദം when Adam began to exhibit. ആദം അലൈഹിസ്സലാം മനുഷ്യവർഗത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോ ഫസജദു, ദേ കിടക്കുന്നു, മാലാഖമാർ മുഴുവൻ തലകുനിച്ചു പോയി എന്താണ് മനുഷ്യനെ തലകുനിപ്പിച്ചെന്നറിയുമോ? ദ അമേസിംഗ് കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ്. മനുഷ്യബുദ്ധിയുടെ അപാര സാധ്യതകൾ, ബുദ്ധിശക്തിയാണ് മാലാഖമാർ പോലും നമുക്ക് മുമ്പിൽ സുജൂദിൽ വീണത്. എന്നിട്ട് ഈ മനുഷ്യനെ ഉത്തമ സൃഷ്ടിയാണെന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്തിയിട്ട് സുജൂദിൽ വീണപ്പോഴുണ്ട് ഇബ്ലീസ് മാത്രം സുജൂദിൽ വീണിട്ടില്ല. മനുഷ്യനാകുന്ന അള്ളാഹുവിന്റെ മാസ്റ്റർ പീസിന് മുമ്പിൽ മാലാഖമാർ മുഴുവൻ സുജൂദിൽ കിടക്കുന്ന അതിമനോഹരമായ കാഴ്ച കണ്ടു നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ണിൽപ്പെട്ടത്. അഥവാ ഈ താളത്തിലേക്ക്, അനുസരണത്തിന്റെ താളത്തിലേക്ക് ഒരാൾ മാത്രം വന്നിട്ടില്ല. ആര് വന്നിട്ടില്ല? ഇബ്ലീസ് വന്നിട്ടില്ല. ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഈ അനുസരണത്തിന്റെ താളത്തിലേക്ക് വരാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത്? എന്താണ് നിന്നെ തടഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അവന്റെ ന്യായം പറഞ്ഞു. ഇല്ല, ഞാനിതിന് അനുവദിക്കുകയില്ല, അല്ലെ, ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന്. അപ്പോഴാണ് ഇബ്ലീസിനോട് അല്ല പറയുന്നത്, ഇഹ്ബിത്തു, ഇറങ്ങിപ്പോടാ എന്ന്, ഇവിടെ നിറങ്ങണം, നിഷേധികൾക്കുള്ള സ്ഥലമല്ല ഇത് എന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് അല്ലാഹുവിനോട് ഒരു വരം ചോദിച്ചു. മനുഷ്യനെ പിഴപ്പിക്കാൻ എനിക്ക് അവകാശം തരുമെങ്കിൽ മുഴുവൻ നിന്റെ മനുഷ്യരെയും പിഴപ്പിച്ചു കാണിക്കാം എന്ന് ഇബ്ലീസ് അല്ലാഹുവിനെ വെല്ലുവിളിച്ചു. അപ്പൊ അല്ല പറഞ്ഞു, എന്നാൽ നീ നോക്കിക്കോ, നിനക്ക് അവകാശം തരാം, പക്ഷെ എന്റെ യഥാർത്ഥ സൃഷ്ടികളെ വഴിപിഴപ്പിക്കാൻ നിനക്കാവില്ലടോ എന്ന് പടച്ച തമ്പുരാനും. അങ്ങനെ ഇബ്ലീസിന് വരം കൊടുത്തതാ മനുഷ്യനെ പിഴപ്പിക്കാമെന്നോ. അങ്ങനെ ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പടച്ചിട്ടത് കൊണ്ട് ഇബ്ലീസ് ചോദിച്ചു, എനിക്ക് ഈ വരം നീ തന്നു എന്നുറപ്പിക്കാൻ സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെട്ട ആദമിൽ തന്നെ എനിക്കത് വരം തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പരീക്ഷിക്കണമെന്നായി. അങ്ങനെയാണ് ആദം അലൈഹിസ്സലാമിനോട് ട്രയൽ, ഒരു പരീക്ഷണം ഉണ്ടാകുന്നത്. ആദമേ, ആ മരം അത് നിനക്ക് പാടില്ലാത്തതാണ്, അതോടടുക്കരുത്, അതോടടുത്താൽ നീ അക്രമിയാകി പോകുമെന്ന് ആദമിനോട് റബ്ബ് കൽപ്പന കൊടുത്തു. പക്ഷേ പിശാചിന്റെ പ്രേരണയാൽ ആദം ആ പഴത്തോടടുക്കുകയും അല്ലാഹുവിന്റെ കൽപ്പന ലംഘിക്കുകയും ചെയ്തപ്പോ ആദമിനോടും പറഞ്ഞു, നീയും ഇറങ്ങണം ഇവിടെ നിന്ന്, നീയും നിന്റെ ഇണയും ഇറങ്ങണം. അപ്പോഴാണ് ആദം ചോദിക്കുന്നത്, അല്ല പടച്ചവനെ, എന്നെ താഴേക്ക് ഇറക്കി വിടുമ്പോ എന്റെ തറവാടാണിത്, സ്വർഗം എന്റെ തറവാടാണ്, ആ തറവാട്ടുകാരനായ മനുഷ്യനെ നീ പുറത്താക്കുകയാണോ? അതെ, പുറത്താക്കുകയാണോ. എങ്ങോട്ടാണ് പുറത്താക്കുന്നത്? ഭൂമിയിലേക്ക്. ഇവിടെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇല്ല. മുസ്തഖറും വമതാഉൻ ഇലാഹിൻ, കുറച്ചു കാലത്തേക്ക് അല്പം സാധനങ്ങളൊക്കെ തരും. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ല, എന്നെ തിരിച്ചെടുക്കുമോ എന്ന്. സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കൂലെന്ന്. തിരിച്ചെടുക്കും. അതിനെന്ത് കിട്ടണം? പാപം പൊറുക്ക് കിട്ടണം. നിന്റെ പാപം പുറത്ത് കിട്ടിയാൽ തറവാട്ടിലേക്ക് നിന്നെ തിരിച്ചു കയറ്റുമെന്ന് മാത്രമല്ല, ഖാലിദീന ഫിഹ, എന്റെ കൂടെ സ്ഥിരതാമസം നടത്തുമോ എന്ന് ഞാൻ ചോദിക്കും. ആട്ടിറക്കപ്പെട്ട മനുഷ്യനോട്, തറവാട്ടിൽ നിന്ന് ഇറക്കിയ അതേ മനുഷ്യനോട് എന്റെ കൂടെ നിത്യവാസം നടത്തുമോ എന്ന് പടച്ചവൻ ചോദിക്കും. അതിന് മനുഷ്യൻ ചെയ്തു വെച്ച പാപം പുറത്ത് കിട്ടണം. അപ്പോഴാണ് ആദമിന് കാര്യം തിരിഞ്ഞത്. അല്ല പടച്ചവനെ, പിശാചിന് നീ ഇങ്ങനെ ഒരവകാശവും ഒരു കഴിവും കൊടുത്തിരിക്കെ
മനുഷ്യന് പിശാചിന്റെ പ്രേരണയാൽ തെറ്റ് ചെയ്യുവാനുള്ള ജനറ്റിക്കായ സൃഷ്ടിപരമായ ഒരവസ്ഥയുണ്ടായിരിക്കെ പാപമോചനം നിന്നിൽ നിന്നില്ലെങ്കിൽ ഈ സ്വർഗം തിരിച്ചു പിടിക്കാൻ എനിക്ക് പറ്റൂലട്ടോ, പാപം പുറത്തു തരാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് എന്നെ അറിയിക്കാതെ ഇവിടെ നിന്ന് പുറത്തു പോകില്ലെന്ന് ആദം അലൈഹിസ്സലാം ശാഠ്യം പിടിച്ചപ്പോൾ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. ഇക്കാര്യത്തിൽ പ്രയാസപ്പെടേണ്ടി വരില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളുക, മനുഷ്യരുടെ പാപം പൊറുക്കാൻ സംവിധാനമുണ്ടാകും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല ഇക്കാര്യത്തിൽ എന്ന് അള്ളാഹുവിന്റെ കരാറ് കിട്ടി. അങ്ങനെ മനുഷ്യന് പാപമോചന പ്രക്രിയക്ക് റബ്ബ് സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം എങ്ങനെയെന്നറിയുമോ? 4 തട്ടിലാണ് ഓരോ മനുഷ്യനും പാപമോചന പ്രക്രിയ നടക്കുന്നത്. ഒന്ന്, ഡെയിലി റിവിഷൻ. ആ ഡെയിലി റിവിഷൻ എല്ലാ ദിവസവും പാപമോചന പ്രക്രിയ നടക്കും. 2, വീക്ക്ലി റിവിഷൻ. ആഴ്ചയിൽ ഒരിക്കൽ പാപമോചന പ്രക്രിയ നടക്കും. 3, ഇയർലി റിവിഷൻ. വർഷത്തിലൊരിക്കൽ പാപമോചന പ്രക്രിയ നടക്കും. 4, ലൈഫ് റിവിഷൻ. ജീവിതത്തിന്റെ മുഴുവൻ പാപവും പുറത്തു കിട്ടുന്ന പ്രക്രിയ നടക്കും. ഇതെങ്ങനെയാ നോക്കൂ. ദിവസവും പാപമോചന പ്രക്രിയ നടക്കുന്നത് നമസ്കാരം എന്ന ആരാധനയിലൂടെയാണ്. അല്ലാന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളുടെ വീടിന്റെ തൊട്ടുമുമ്പിലെ വാതിലിന്റെ മുമ്പിൽ ഒരു പുഴയുണ്ടെന്ന് ധരിക്കുക. യഅ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത്, ഒരു മനുഷ്യൻ 5 തവണ ആ പുഴയിൽ ഇറങ്ങി കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? ഇല്ല, ഒന്നും അവശേഷിക്കില്ല. ഫദാലിക മിസ്ലു സലവാത്തിൽ ഖംസ്. അങ്ങനെയാണ് മനുഷ്യന്റെ കാര്യത്തിൽ 5 വഖ്ത് നമസ്കാരം. യംഹുല്ലാഹ ബിഹിന്നൽ ഖതായ, ഓരോ ദിവസത്തെയും പാപങ്ങളെ പുറത്തു കിട്ടും. അതുകൊണ്ട് സുബഹി കഴിഞ്ഞ് ലുഹ്ർ നമസ്കരിക്കുന്നതോടുകൂടെ ലുഹ്റിനും സുബഹിനും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കും. പിന്നീട് ലുഹ്ർ കഴിഞ്ഞ് അസർ നമസ്കരിക്കുമ്പോൾ അസറിനും ലുഹ്റിനും ഇടയിലുള്ളത് പൊറുക്കും. അങ്ങനെ അവസാനം ഇശ കഴിഞ്ഞ് നമസ്കരിച്ചുറങ്ങുമ്പോ സ്വസ്ഥമായി ഉറങ്ങാം. നാളെ നേരം പുലരുമ്പോ വീട്ടിലെ പുല്ലും പഴുതാരയും വരെ ജീവിതത്തിലേക്ക് ഉണരുമ്പോ മനുഷ്യൻ ഉണർന്നില്ലെങ്കിൽ എന്ത് പ്രയാസപ്പെടാൻ? കാരണം എൻ്റെ ആ ദിവസത്തെ പാപവും പൊറുത്തിട്ടാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അത്ഭുതകരമായ സമ്മാനം. ആഴ്ചയിൽ ഇങ്ങനെ മാപ്പാക്കൽ നടക്കുന്നു. ഇനി ആഴ്ചയിൽ ഒരിക്കലുണ്ട്. ഈ നമസ്കാരങ്ങൾക്കിടയിൽ പൊറുക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് ഗൗരവമുള്ള തെറ്റുകൾ ആഴ്ചയിലേക്ക് മാറ്റിവെക്കും. അതിനാണ് പടച്ച തമ്പുരാൻ വെള്ളിയാഴ്ച നമസ്കാരം വെച്ചത്. അൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅയിൽ നിന്നും മറ്റൊരു ജുമുഅയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, ഈ 2 ആഴ്ചകൾക്കിടയിൽ പാപം പൊറുക്കുന്ന പ്രക്രിയയാണത് എന്ന്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഈ നമസ്കാരം കൊണ്ട് പൊറുക്കപ്പെടാതെ പോയ തെറ്റുകൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ നടക്കും. ഇനിയോ അതും കഴിഞ്ഞ് വെള്ളിയാഴ്ചകളിലൂടെയും പരിഹരിക്കപ്പെടാത്ത ഗൗരവ സ്വഭാവമുള്ള തെറ്റുകൾ പുറത്തു കിട്ടുന്നത് അത് റമദാനില. ഇയർലി റിവിഷൻ, വർഷത്തിൽ ഒരിക്കൽ ഒരു പാപമോചന പ്രക്രിയയുണ്ട്. മനോഹരമായ സങ്കല്പം. ആ പാപമോചന പ്രക്രിയ നമ്മളൊക്കെ ഇനിതാ വളരെ ഈ അടുത്ത് വരുന്ന റമദാനിലും നമ്മൾ ആസ്വദിക്കും. റമദാനിലെ 3 10 കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണത്? ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെതാ, 2ാമത്തെ 10 പാപമോചന പ്രക്രിയയുടെ, 3ാമത്തത് സ്വർഗത്തിന്റെ 10. ഈ 3 10കളിൽ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ചെയിനിങ് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ 1-ാം നോമ്പ് മുതൽ 10-ാം നോമ്പ് വരെ അല്ലാഹുവിനോട് പറയുന്നത് കാരുണ്യന്താ, കരുണക്കടലായ നാഥ കാരുണ്യം തരണം കേട്ടോ എന്നാ പറഞ്ഞത്. എന്ത് കാരുണ്യമാണെന്ന് പറഞ്ഞില്ല, എന്താ ചോദിക്കുന്നതെന്ന് പറയുന്നില്ല, ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒന്നും പറഞ്ഞില്ല. കാരുണ്യം വേണം എന്ന് മാത്രമാ പറഞ്ഞത്. എന്നിട്ട് നിരന്തരം 10 ദിവസം പറഞ്ഞപ്പോ 11ാമത്തെ ദിവസം റബ്ബ് വന്ന് ചോദിക്കും, അല്ല അടിമേ, 10 ദിവസമായി ഊണിലും ഉറക്കത്തിലും നീ കാരുണ്യം തരാമെന്ന് പറയുന്നത്
നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസി പറയാ, എനിക്കൊന്നും വേണ്ട കേട്ടോ, എനിക്കൊന്നും വേണ്ട, എൻ്റെ പാപം പുറത്ത് കിട്ടണം, എനിക്ക് വേറൊന്നും വേണ്ട. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എന്നോട് പൊറുക്കണം. എന്നിട്ട് പിന്നെന്താ പറയാ, ഇന്നക അഫ്വുൻ, നീയാണ് പൊറുക്കുന്നവൻ, തുഹിബ്ബുൽ അഫ്വ, എന്നോട് പൊറുക്കാൻ നിനക്കേ പറ്റൂ, നിനക്ക് പൊറുക്കുന്നതല്ലേ ഇഷ്ടവും, വഅഫു അന്നി, എന്നോട് പാപ്പാക്കിക്കൂടെ നിനക്ക്. അങ്ങനെ 11 മുതൽ 20 ദിവസം വരെ പാപമോചനം പൊറുത്ത് അല്ലേ, പാപമോചനം ചോദിച്ച് 21 ദിവസം വരുമ്പോൾ റബ്ബ് ചോദിക്കും, കാരുണ്യം ചോദിച്ചു, എന്താ വേണ്ടതെന്ന് നിന്നോട് ചോദിച്ചപ്പോൾ പാപം പുറത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എല്ലാം പുറത്തിട്ടുണ്ട്, ഇനിയെങ്കിലും നീ പറയണം എന്താണ് നിനക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് 3-ാമത്തെ പത്തിൽ, വദ്ഖിൽനൽ ജന്ന, പടച്ചവനെ ആ നരകമുണ്ടല്ലോ, മനുഷ്യന്റെ ശരീരവും ആത്മാവും കത്തിച്ചാമ്പലാക്കാൻ നാക്ക് നീട്ടി നിൽക്കുന്ന ആ നരകത്തോട് പറയണം എന്നെ തൊടല്ലേന്ന്. എന്നിട്ട് സ്വർഗത്തിന്റെ കാവൽക്കാരനോട് പറയണം, ഞാൻ വരാതെ സ്വർഗത്തിന്റെ വാതിൽ അടക്കല്ലേ എന്ന്. ഒരു കൂരയെങ്കിലും കെട്ടി അവിടെ കഴിയാൻ, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി കിട്ടാൻ ആ സ്വർഗത്തിന്റെ കാവൽക്കാരനോട് കാത്തിരിക്കാൻ പറയണം എന്ന്. പാപം പൊറുക്കാനാണ് റമളാനും വെച്ചത്, ഇയർലി റിവിഷൻ, വർഷത്തിലൊരിക്കലുള്ള പാപമോചന പ്രക്രിയ. ഇനിയോ ചില അത്യപൂർവ മനുഷ്യർക്ക്, മഹാഭാഗ്യം ലഭിച്ച മനുഷ്യർക്ക് ഒന്നുകൂടെ തരും, ലൈഫ് റിവിഷൻ. ജീവിതത്തെ മുഴുവൻ മാപ്പാക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തിക്കും. റബ്ബിന്റെ പ്രോമിസ് കേട്ടോ നിങ്ങൾ, അൽ ഹജ്ജുൽ മബ്റൂർ, അൽ ഹജ്ജുൽ മബ്റൂർ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് ലൈസ ലഹു ജസാ, വേറെ പ്രതിഫലമില്ലടോ എൻ്റെ കയ്യിൽ, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ഒന്നും എനിക്ക് തരാനില്ലെന്ന്. ആ സ്വർഗം വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുക. നിങ്ങൾ പറ, എത്ര അനുഗ്രഹീതരാണ് നമ്മൾ, എത്ര അനുഗ്രഹീതരാണ് നമ്മൾ, ദ മോസ്റ്റ് എക്സാൾട്ടഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഇനിയുള്ള കാലം, ഹജ്ജിന് പോകുന്നത് വരെയുള്ള കാലം ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിങ്ങൾ ഉണ്ടാവണം. അമിതമായ കോൺഫിഡൻസ്, അത്ഭുതകരമായ ഫോക്കസ്. പടച്ചവനെ, ഞാൻ ദ മോസ്റ്റ്, നിന്റെ കൂട്ടത്തിലെ ദ മോസ്റ്റ് കൺസിഡേർഡ് ഫേവേർഡ് ഗ്രൂപ്പിൽപ്പെട്ടയാളാ, അൽഹംദുലില്ലാഹ്. ഞാൻ ദ മോസ്റ്റ് ഹോണേഡ് ഗ്രൂപ്പ്, ഏറ്റവും ആദരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ദ മോസ്റ്റ് എക്സാൾട്ടഡ് ഗ്രൂപ്പ്. എൻ്റെ ദറജ വലിയ അവസ്ഥയിലാണ്. നല്ല മാനസികാവസ്ഥ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. സ്വർഗം കൊണ്ടല്ലാതെ മടങ്ങി വരില്ലെന്ന് ഉറപ്പിക്കണം. ഇനി ഈ ഹജ്ജ് കഴിയുന്നത് വരെ ആയുസ് നീട്ടി കിട്ടണം, ആരോഗ്യം ദാനമായി ലഭിക്കണം, ഇരുന്നു വാങ്ങണം ആയുസ്സും ആരോഗ്യവും. പടച്ചവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും തരട്ടെ. പടച്ച തമ്പുരാൻ പ്രയാസങ്ങളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു ഹജ്ജ് കാലം വിശ്വാസികൾക്ക് നൽകി അള്ളാഹു നല്ല കോലത്തിൽ അത് നിർവഹിച്ച് മടങ്ങാൻ നമുക്കെല്ലാവർക്കും വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചെറിയ ഒരു നോട്ട് നമ്മളെ ഗ്രൂപ്പിൽ വരും, പഠനത്തിന് അത് സഹായിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.